ഹലോ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് റിയൽ പാർട്സ് ഒന്നിച്ചെടുക്കും, ഇമാജിനറി പാർട്സ് ഒന്നിച്ചെടുക്കും. അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്ലോഷർ ലോ. ക്ലോഷർ ലോ അല്ലെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഇതാണ്: ദ സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് ഓൾസോ എ കോംപ്ലക്സ് നമ്പർ. എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സം ഒരു കോംപ്ലക്സ് നമ്പർ എന്നായിരിക്കും. ലെറ്റ് Z1 Z2 ബി എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ്, ബി എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ്, then Z1 plus Z2 is also a complex number. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി? എന്താണ്? ലെറ്റ് Z1 Z2 be any two complex numbers. ഏതെങ്കിലും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിക്കോട്ടെ, അതിന്റെ സം Z1 plus Z2 is also a complex number. ഇതിനാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലോഷർ ലോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടും. നമ്മൾ ഇൻഡിജേഴ്സ് പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, രണ്ട് ഇൻഡിജേഴ്സിന്റെ സം എന്തായിരിക്കും? ഒരു ഇൻഡിജർ തന്നെയായിരിക്കും. രണ്ട് റിയൽ നമ്പേഴ്സിന്റെ സം എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ തന്നെയായിരിക്കും. അതേപോലെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സം എന്ത് തന്നെയായിരിക്കും? ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. ഇതൊരു എക്സാമ്പിൾ എഴുതാം. Z1 equal to 2 plus 3i എന്ന് പറയുന്നത്, Z2 എന്ന് പറയുന്നത് 3 plus 4i ആണെങ്കിൽ Z1 plus Z2 എന്തായിരിക്കും? ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? റിയൽ പാർട്സ് 2 plus 3 5 പ്ലസ് ഇമാജിനറി പാർട്സ് 3 4 7, 7ന്റെ കൂടെ i 7i. കണ്ടോ? ഇതൊരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് എങ്ങനെ അറിയാം? അത് a plus ib എന്ന രൂപത്തിലാണോ എന്ന് നോക്കിയാൽ മതി. എന്താണ്? a plus ib എന്ന രൂപത്തിലാണോ എന്ന് നോക്കിയാൽ അത് കോംപ്ലക്സ് നമ്പർ ആണ്. അത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സം എന്ത് തന്നെയാണ്? കോംപ്ലക്സ് നമ്പർ ആണ്. അതിനാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്ലോഷർ ലോ എന്ന് പറയും. എന്താണ് ക്ലോഷർ ലോ? സം ഓഫ് two complex numbers is again a complex number. Second property എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അഡീഷണൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ, മലയാളത്തിലെ ക്രമനിയമം എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് ലോ: ഇഫ് Z1 Z2 are any two complex numbers, then Z1 plus Z2 equal to Z2 plus Z1. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. Z1ന്റെ കൂടെ Z2 ആഡ് ചെയ്താലും Z2ന്റെ കൂടെ Z1 ആഡ് ചെയ്താലും സെയിം ആണ്. ഇപ്പൊ നമ്പർ സിസ്റ്റത്തിൽ നമുക്കറിയാം 3 plus 4ഉം 4 plus 3യും സെയിം ആണ്. 3യുടെ കൂടെ 4 ആഡ് ചെയ്താലും 4ന്റെ കൂടെ 3 ആഡ് ചെയ്താലും ആൻസർ സെയിം ആണ്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. റിയൽ നമ്പർ സിസ്റ്റത്തിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതേപോലെ തന്നെ ഇവിടെ Z1ഉം Z2ഉം രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ Z1ന്റെ കൂടെ Z2 ആഡ് ചെയ്താലും Z2ന്റെ കൂടെ Z1 ആഡ് ചെയ്താലും സെയിം ആയിരിക്കും. എക്സാമ്പിൾ എഴുതണോ? കണ്ടോ? Z1 equal to 3 plus 4i, Z2 equal to 2 plus 5i. Z1 plus Z2 എന്ന് വെച്ചാൽ Z1ന്റെ കൂടെ Z2 ആഡ് ചെയ്യാം, നമുക്ക് എന്ത് കിട്ടും? 5 plus 9i. Z2ന്റെ കൂടെ Z1 ആഡ് ചെയ്താൽ അപ്പോഴും കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ Z1 plus Z2 equal to Z2 plus Z1. ഇതിനെയാണ് എന്ത് ലോ എന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞു. അങ്ങനെ ക്ലോഷർ പ്രോപ്പർട്ടി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സം ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. രണ്ടാമത് പറഞ്ഞ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ Z1 plus Z2നെ Z2 plus Z1 എന്ന് എഴുതാം. മൂന്നാമത് നമ്മൾ പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ്? അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്നോ പ്രോപ്പർട്ടി എന്ന് പറയാം. ഇവിടെ മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുകയാണ്. ഇഫ് Z1 Z2 Z3 are any three complex numbers, if Z1 Z2 Z3 are any three complex numbers, then Z1 plus Z2 plus Z3 equals Z1 plus Z2 plus Z3. ഇതാണ് അസോസിയേറ്റീവ്. അതായത് Z2 plus Z3 ആദ്യം ആഡ് ചെയ്യും. Z2 plus Z3 ആദ്യം കാണുന്നു, അല്ലെങ്കിൽ Z2 Z3 ആഡ് ചെയ്യുന്നു, എന്നിട്ട് Z1 ആഡ് ചെയ്യാം. ഇവിടെയോ Z1ഉം Z2 ആഡ് ചെയ്യുന്നു, അതിന്റെ കൂടെ Z3 ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്താലും ഇത് സെയിം ആണ്. ഇതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ 2 plus 3 plus 4നെ നമുക്ക് 2 plus 3 plus 4 എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? 3 plus 4 7 plus 2 9. ഇങ്ങനെ ആഡ് ചെയ്താലോ 2 plus 3 5 5 plus 4 9. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കേസിലും ആ റൂള് ആപ്ലിക്കബിൾ ആണ്.